എങ്ങോട്ട് തിരിഞ്ഞാലും നേട്ടങ്ങളുടെ ഒരു കാലത്തിന് വഴി തുറക്കുകയാണ് കുറച്ച് നക്ഷത്രജാതകർക്ക്. ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ 9 നക്ഷത്രജാതകരെക്കുറിച്ചും അവർക്ക് കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഈ ഒരു നല്ല സമയത്ത് ഇനി അങ്ങോട്ട് ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെക്കുറിച്ചും എല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ രംഗത്ത് മേന്മ, ധനവരവിൽ മാറ്റം, അടിയന്തര കാര്യങ്ങൾക്ക് സഹായ സഹകരണം, അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയം, ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കും, ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടം, വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ സാധിക്കും, കലാരംഗത്ത് അംഗീകാരം, പൊതുപ്രവർത്തന മേഖലകളിൽ കാതലായ മാറ്റത്തിനും തുടക്കം കുറിക്കാൻ പോകുകയാണ്. സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കാൻ സാധിക്കും, കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം ഉണ്ടാകും, മറുനാട്ടിൽ ശുഭകാര്യ യോഗം, പ്രണയവിവാഹത്തിന് വാശി കൂടും. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് നല്ല മാറ്റം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്കും ലഭിക്കാൻ പോകുന്നത്. സ്പോൺസർമാരിൽ നിന്നും അനുകൂല മറുപടികൾ ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം, കച്ചവടം മെച്ചപ്പെടുത്തുവാൻ പുതിയ ലോൺ ശരിയാകും, കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈയെടുക്കും, ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും, ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് അംഗീകാരം വർദ്ധിക്കും, അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം ഉണ്ടാകും, കാർഷിക വരുമാനം വർദ്ധിക്കും, തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറും, മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കങ്ങൾ നടത്താനും സാധിക്കും. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ടിവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ നല്ല സമയമാണ്. അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത, എതിർപക്ഷത്തെ നീക്കങ്ങൾക്ക് തന്ത്രപരമായ മറുപടി നൽകാൻ സാധിക്കും, വ്യവസായ മേഖലയിൽ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും, കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും, സ്വകാര്യ വാഹനം മുഖേന ആദായം, പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ്, ചലച്ചിത്ര രംഗത്ത് നേട്ടം, വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരാനും സാധിക്കും, മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കുന്നതിന് അവസരങ്ങളുണ്ട്. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ നേരിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ പോകുകയാണ്. കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം, കലാപ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിക്കും, വാടക വരുമാനം വർദ്ധിക്കും, ദൂരദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്തും, ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയമാണ്, സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കും, ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും, വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് കൂടും, രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കും, ഭവന നിർമ്മാണം പൂർത്തിയാക്കും, ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനും അവസരമുണ്ട്. രോഹിണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം, ശാസ്താവിന് നീരാജനം,
ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നീ നേർച്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകീരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്കും യോഗം ഉണ്ട്. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കും. കടബാധ്യതകൾ തീർക്കാൻ ചില സഹായങ്ങൾ ലഭിക്കും. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം ഉണ്ട്. സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ്, വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ്, മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റും. ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം. ദൂരദേശത്ത് സ്ഥിര വസതിക്ക് യോഗം. വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തി എന്നിവ ലഭിക്കും. മകീരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കുവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്തുന്നുണ്ട്. വസ്തു ഇടപാടിൽ വഴിത്തിരിവുകൾ പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യം ലഭിച്ചു തുടങ്ങും. ദൂരദേശത്ത് ധനവരവ്, സന്താനത്തിന് ജോലിയിൽ മാറ്റം, ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം, മേന്മയുള്ള മംഗല്യഭാഗ്യം, കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തും. തൊഴിൽ സംരംഭത്തിന് പുതിയ ലോൺ, ഫ്ലാറ്റ് എന്നിവ സ്വന്തമാക്കാൻ അവസരങ്ങളുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ അംഗീകാരങ്ങൾ സിദ്ധിക്കാനും സാധ്യതകൾ കൂടുതലാണ്. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് നല്ല പുരോഗതികൾക്ക് തുടക്കം കുറിക്കാൻ പോകുകയാണ്. ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം. വാഹന മോഹം വരും ദിവസങ്ങളിൽ പൂവണിയും. സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം. ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും. വ്യാപാര രംഗങ്ങൾ വിജയിക്കാൻ ഉള്ള സാധ്യതകളും ഉണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും. ഉന്നത പദവിക്ക് നറുക്കുവീഴും. പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളി സധൈര്യം നേരിടും. കുടുംബക്ഷേത്രത്തിന് ധനസഹായം, ഉല്ലാസയാത്രകൾ കുടുംബസമേതം നടത്താൻ അവസരം എന്നിവയ്ക്ക് സാധ്യതകൾ കാണുന്നു. ആദായവിലയ്ക്ക് വസ്തു സമ്പാദിക്കും. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൂരദേശത്ത് ധനവരവിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പ്രമോഷൻ തടസ്സവാദം മാറ്റിയെടുക്കാൻ സാധിക്കും. കുടുംബകാര്യങ്ങളിൽ ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാകും. പൊതുരംഗത്ത് എതിരാളികളെ അമ്പരപ്പിക്കുന്ന തരത്തിൽ വളർച്ച ലഭിക്കും. സാങ്കേതിക രംഗത്ത് മികച്ച റിസൾട്ടിന് യോഗം ഉണ്ട്. സന്താനത്തിന് അന്യദേശത്ത് കർമ്മഗതിയിൽ ഗുണകരമായ പുരോഗതി കണ്ടു തുടങ്ങും. ഇഷ്ടക്കാരുടെ സൗന്ദര്യ പിണക്കം മാറ്റിയെടുക്കാൻ സാധിക്കും. ഉല്ലാസയാത്രകൾക്കും അവസരങ്ങൾ കാണുന്നുണ്ട്. അയൽ സംസ്ഥാനത്ത് ഗൃഹവിൽപ്പനയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അന്തർദേശീയ പ്രശസ്തി തേടിവരാൻ പോകുകയാണ്. സുഹൃത്തുക്കളുമായിട്ട് പുതിയ കച്ചവട ബന്ധത്തിനും നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് കറുകമാല, നെയ്വിളക്ക്, നാളികേരം, ദുർഗയ്ക്ക് വസ്ത്രം, പൊങ്കാല, അർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ജീവിതത്തിൽ ഗുണ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കർമ്മരംഗത്ത് വ്യക്തിഗത നേട്ടം സ്വന്തമാക്കും. ദൂരദേശത്ത് ഉപരിപഠന യോഗം, വിദേശ കമ്പനിയിൽ നിന്ന് ക്ഷണം, പ്രണയബന്ധം സഫലമാകും. ആഗ്രഹിച്ച ഇലക്ട്രോണിക് വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാൻ ഉള്ള യോഗവും ഉണ്ട്. സംഗീത മേഖലയിൽ ബഹുമതികൾ കാത്തിരിക്കുന്നുണ്ട്. വ്യോമയാന രംഗത്ത് തിരിച്ചുവരവ് നടത്താൻ സാധിക്കും. തൊഴിൽ സംഘർഷം ഒഴിവാക്കാൻ ചർച്ച പൂർത്തിയാക്കും. അനിഴം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം, ഹാരം, ഭഗവതിക്ക് പൊട്ടുതാലി, വസ്ത്രം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിലിൽ പുരോഗതി,
വിവരസാങ്കേതിക മേഖലയിൽ മേന്മയുള്ള സ്ഥലത്തു നിന്നും ക്ഷണം. കലാരംഗത്ത് ശക്തമായ തിരിച്ചുവരവ്. സ്വദേശത്ത് പുത്തൻ ഗൃഹയോഗം. ഏജൻസിയിൽ ആദായം. നിർമ്മാണ മേഖലയിൽ കാര്യമായ അഴിച്ചുപണി. അയൽ സംസ്ഥാനത്ത് സാങ്കേതിക രംഗത്ത് മികച്ച അവസരം എന്നിവ ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് പാർവതിക്ക് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഹാരം, അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.